ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. പെന്നിയുടെ ഡ്രസ്സ് ഊരി വരുന്നത് കാരണം അവൾ അവിടെ തറയിൽ മുട്ടുകുത്തിയിരിക്കും. അവളുടെ ഡ്രസ്സ് ഊരി പോകാനായിട്ട് കാരണം ഷയോച്ചിങ് ആണ്. അവൾ നേരത്തെ സിബ് ഇടാനായിട്ട് പോകുന്ന സമയത്ത് അവളുടെ ബാക്കിലെ ഹുക്ക് അൺഹുക്ക് ചെയ്തായിരുന്നു. അത് അവൾ മനഃപൂർവ്വം ഇവളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവളിങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഫൂ ആണെങ്കിൽ അവിടെ നിന്ന് ചാടിക്കടന്നിട്ട് അവൻ്റെ കോട്ടൂരി അവളെ കവർ ചെയ്യാണ്. എന്നിട്ട് അവളെയും വിളിച്ചും കൊണ്ട് പുറത്തേക്ക് പോവും. അപ്പോൾ പുറത്തെത്തുമ്പോൾ അവൾ അവനോട് താങ്ക്സ് പറയും ഹെൽപ്പ് ചെയ്തതിന്. അവൾക്ക് ചെറുതായിട്ട് ദേഷ്യമുണ്ട്. അവൾ പറയും ഞാൻ ഈ കോട്ട് കഴുകിയിട്ട് തിരിച്ചു തരാം. എന്നിട്ട് അവൾ പോകാനായിട്ട് ഭാവിക്കുമ്പോൾ അവൻ പറയാണ് പോകണ്ട, ഞാൻ നിന്നെ കൊണ്ടാക്കാം. അപ്പോൾ അവൾ പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവൻ ചോദിക്കും നീ എന്താ ദേഷ്യത്തിലാണോ? നിനക്ക് ഇതുപോലത്തെ പാർട്ടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. അപ്പോൾ അവൾ പറയാണ് ദേഷ്യോ? ഞാനെന്തിനാ ദേഷ്യപ്പെടേണ്ടേ? എൻ്റെ ആകെ ഇവിടെയുള്ള ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വില്ല ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെപ്പോലെയുള്ള പാർട്ട്നേഴ്സിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഫൂ ഉടനെ ചോദിക്കും ഞാൻ നിനക്ക് വെറും ഒരു പാർട്ട്ണർ മാത്രമാണോ? അവൾ പറയും പിന്നല്ലാതെ എന്താ. അവൾക്ക് ഇപ്പോൾ തെറ്റിദ്ധാരണ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഷയോച്ചിങ്ങിൻ്റെ കയ്യിൽ ആ നെക്ലേസ് കണ്ടല്ലോ. അപ്പോൾ ഇവൻ നേരത്തെ പറഞ്ഞ ആ ഫ്രണ്ടും അവളാണ് എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ പെന്നി. എന്നിട്ട് അവൾ പറയും നിങ്ങൾ വേറൊരാളെയാണല്ലോ സ്നേഹിക്കുന്നത്, എന്നെ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഫൂ ആണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അവനെ വേറൊരാൾ വന്ന് വിളിക്കുകയാണ്. എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അത് കഴിഞ്ഞ് ഫൂ ആണെങ്കിൽ പിറ്റേ ദിവസം ഗ്രാൻഡ് പേ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഗ്രാൻഡ് പേണ ആകെ ദേഷ്യത്തിലാണ്. ഗ്രാൻഡ് പേക്ക് അറിയില്ല ഷെങ്മിയാനാണ് പെന്നി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പുതിയൊരു ഗേള് പെന്നിയുമായിട്ട് ഇവൻ കോൺട്രാക്ട് സൈൻ ചെയ്തേക്കുന്നു എന്നുള്ളത് ഗ്രാൻഡ് പേയും അറിഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് പ പറയാണ് നീ ആ പെണ്ണി എന്ന് പറയുന്ന ആ പെണ്ണുമായിട്ടുള്ള കോൺട്രാക്ട് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയണം. ഫൂ ആണെങ്കിൽ അപ്പോൾ പെന്നിയെ ഡിഫെൻഡ് ചെയ്യാണ്. പെന്നിയുടെ കോൺട്രാക്ട് കളയേണ്ട ആവശ്യം എന്താ? അവൾ എന്താ തെറ്റാ ചെയ്തേ? ഗ്രാൻഡ് പ ആണെങ്കിൽ അപ്പോൾ ആകെപ്പാട് ദേഷ്യത്തിലാവുകയാണ്. ആളുകൾ പറഞ്ഞു ഞാൻ അറിഞ്ഞു നീ പബ്ലിക്കിൽ വെച്ചിട്ട് അവളെ ഹഗ് ചെയ്തു എന്ന്. എന്തൊരു ഡിസ്ഗ്രേസ് ആണ് നമ്മുടെ ഫാമിലി റെപ്യൂട്ടേഷന് തന്നെ അത്. ഷെങ്മിയാൻ എന്താണ് കുറവ്? അവൾ ഇൻറ്റീരിയർ ഡിസൈനിൽ മേജറായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവളെ കൊണ്ട് നിങ്ങളുടെ വെഡിങ് ഹൗസ് ഡിസൈൻ ചെയ്യിക്കുന്നതിന് പകരം പെന്നി എന്ന് പറയുന്ന ഏതൊരു പെണ്ണിൻ്റെ പുറകെ നടക്കുകയാണോ നീ? അപ്പോൾ ഫൂ ആകെ ദേഷ്യത്തോടെ പറയാണ് ഞാൻ അവളുടെ പുറകെ നടക്കുന്നുമില്ല, അവൾ എൻ്റെ പുറകെ നടക്കുന്നുമില്ല. ഗ്രാൻഡ് പ എന്തിനാണ് ഷെങ്മിയാനെ ഇത്രയ്ക്കും അധികം ഫേവർ ചെയ്യുന്നത്? അവളുടെ ഉദ്ദേശം ഗ്രാൻഡ് പയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അവൾ വെറുതെ പണത്തിൻ്റെ പുറകെ നടക്കുക. അപ്പോൾ ഗ്രാൻഡ് പ തിരിച്ചു പറയും നിനക്കാണ് ഷെങ്മിയാനെ മനസ്സിലാവാത്തത്. എന്നിട്ട് വീണ്ടും ഫൂവിനോട് ചോദിക്കുകയാണ് ആരാണ് ആ പെൺകുട്ടി? ആരുടെ പുറകെ നീ ഇപ്പം നടക്കുന്നത്? അവനാണെങ്കിൽ ആദ്യം ദേഷ്യം വന്നിട്ട് അവൻ്റെ മുഖം തിരിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ നോക്കുമ്പോൾ ഇവനൊന്നും പറയാണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ടീ കപ്പ് എടുത്ത് മുത്തശ്ശൻ തറയിലോട്ട് എറിയാണ്. അതിങ്ങനെ ചില്ലായിട്ട് പൊട്ടും. അതിലൊരു പീസ് വന്നിട്ട് അവൻ്റെ കവിളിൽ കയറി കൊണ്ടിട്ട് മുറിയുന്നുമുണ്ട്. അവനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഗ്രാൻഡ് പ ഇങ്ങനെ നെഞ്ചിൽ കൈയും വെച്ച് നിൽക്കുകയാണ്, നെഞ്ചുവേദന എടുക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് പ അവൻ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് അവൻ ആകെ ഇങ്ങനെ പരിഭ്രമിക്കുകയാണ്. ഗ്രാൻഡ് പ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗ്രാൻഡ് പ പറയും ഞാൻ എത്ര നിന്നെ തല്ലിയാലും അടിച്ചാലും അവൾ ആരാണെന്ന് നീ എന്നോട് പറയാൻ പോകുന്നില്ല അല്ലേ? പക്ഷെ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഷെങ്മിയാനെ വഞ്ചിക്കുകയാണ്. അവളോട് നീ ക്ഷമ ചോദിക്കാണ്ട് നീ ഇങ്ങോട്ട് ഇനി വരണ്ട എന്നും പറഞ്ഞ് ഗ്രാൻഡ് പ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അവന് ഷെങ്മിയാനോട് കുറച്ചുകൂടി ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ഷെങ്മിയാൻ നീയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവനിങ്ങനെ വില്ലയിലിരിക്കുമ്പോൾ പെന്നിയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇതാ മിസ്റ്റർ ഫൂ, നിങ്ങൾ ചോദിച്ച ഫയൽ ഇതാണ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് കൊടുക്കും. അവൾ വരുന്നത് കാണുമ്പോൾ തന്നെ അവൻ മുഖം തിരിച്ചിരിക്കുകയാണ്. കാരണം മുഖത്ത് ആ പാടുണ്ടല്ലോ, ഗ്രാൻഡ് പ ഹിറ്റ് ചെയ്ത പാട്, അത് കാണണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് പെന്നി പറയും ആക്ച്വലി ചെൻ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. ഗ്രാൻഡ് പ നിന്നോട് ദേഷ്യപ്പെട്ടതും ഞാൻ ആരാണെന്ന് പറഞ്ഞ് നിന്നെ തല്ലിയതും ഒക്കെ ഞാൻ അറിഞ്ഞു. അവനിങ്ങനെ അവളെ നോക്കിയിട്ട് പറയും ഞാൻ ഓക്കെയാണ്. അപ്പോൾ പെന്നി ചോദിക്കുകയാണ് നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഓയിൻമെൻറ്റ് പുരട്ടി തരട്ടെ? അവനൊക്കെ പറയും. അങ്ങനെ അവൾ ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവനിങ്ങനെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടോ? നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ആ വേദന അറിയുന്നില്ല എന്നവൻ പറയുകയാണ്. എന്നിട്ട് അവനിങ്ങനെ അവളുടെ തലയിൽ തട്ടും. അപ്പോൾ ഇവരുടെ റൊമാൻറ്റിക് മൂഡ് സ്പോയിൽ ചെയ്തും കൊണ്ട് അസിസ്റ്റൻറ്റ് ചെന്നോടി വരികയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ പെന്നിയാണെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവളവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ചെന്നാണെങ്കിൽ ഫൂവോട് പറയാണ് ഫൂ എനിക്കിപ്പോൾ ഏത് സ്കില്ലാണ് ആവശ്യമെന്ന് അറിയാമോ? എനിക്ക് ഇൻവിസിബിലിറ്റിയാണ് ആവശ്യം, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. അപ്പോൾ ഫൂ ആണെങ്കിൽ അവൻ ചാരി വെച്ചിരുന്ന തലയണെടുത്ത് അവൻ എറിയാണ്. അത് കഴിഞ്ഞ് ഫൂ ഇങ്ങനെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഫൂ ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ചെൻ ചോദിക്കുകയാണ് അവനോട് ഫൂ നിന്നെ എന്തെങ്കിലും ബോധർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ
ഫൂ പറയുന്നുണ്ട്, നിനക്കെന്താ തോന്നുന്നത് കണ്ടിട്ട്? ചെൻ പറയും, എനിക്ക് തോന്നുന്നത് നിന്നെ എന്തോ ബോധർ ചെയ്യുന്നുണ്ട്, അത് ലവിനെ കുറിച്ച് ഓർത്തിട്ടാണെന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ഫൂ പറയാണ്, നീ നല്ല ക്ലവറാണെന്നാണോ നിന്റെ വിചാരം? ആ ചോദ്യം കേൾക്കുമ്പോൾ ഞാനൊന്നും പറയുന്നില്ലേ എന്നുള്ള ആക്ഷനും കാണിച്ച് ചെൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഫൂ അവനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഒരു പെണ്ണ് പെട്ടെന്ന് അടുപ്പം കാണിക്കാതിരിക്കുകയും കുറച്ച് ഡിസ്റ്റൻസ് ഇടുകയും ചെയ്യുന്നതിൽ അവൾ എന്താ അർത്ഥമാക്കുന്നത്? അപ്പോൾ ചെൻ മനസ്സിൽ വിചാരിക്കുക, ഒരു പെണ്ണ്, അതായത് പെണ്ണി, ഇത് പൊട്ടനും മനസ്സിലാവും എന്ന് ചെന്നിങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് പറയും, ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ഫൂ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആരാ വന്നിട്ടുള്ളത്? അപ്പോഴാണ് അവന് ചിങ്ങിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ അവൻ പറയും, ആ അതെ. ചെങ്ങ് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും തീരുമാനിച്ചോ, അത് ജലസിയാണ്, അവൾക്ക് അസൂയയാണ്. അപ്പോൾ ഫൂ ഇങ്ങനെ, അസൂയയോ എന്ന് ചോദിക്കുമ്പോൾ ചെൻ പറയാണ്, നീ വിശ്വസിക്കോ ഇല്ലയോ വേണ്ട, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ഈ പറഞ്ഞ പെൺകുട്ടി മറ്റേ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അവളോട് കുറച്ച് ക്ലോസ് ആയിട്ട് പെരുമാറണം. അപ്പോൾ മറ്റേ പെൺകുട്ടി എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നീ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ മനസ്സിലാവും അവൾ ശരിക്കും ജലസാണോ അല്ലയോ എന്ന്. അപ്പോൾ ഫൂ ഇങ്ങനെ ചെന്നിനോട് പറയണം, അയ്യോ എന്ത് കുട്ടിത്തരമാണ്, ഞാൻ അങ്ങനെയൊന്നും എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് അവനാണെങ്കിൽ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി അവൻ ഷയോ ചിങ്ങിനെ വിളിച്ചും കൊണ്ട് ഇവൾ വർക്ക് ചെയ്യുന്ന ആ സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ചിങ്ങ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്? അപ്പോൾ അവൻ പറയും, എൻ്റെ വില്ല എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് നിന്നെയും ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നിന്നെയും വിളിച്ചത്. അവൻ നോക്കുമ്പോൾ പെന്നി നടന്നു വരുന്നത് കാണുന്നുണ്ട്. ഉടനെ അവൻ ചിങ്ങിൻ്റെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ തലമുടിയൊക്കെ ഒതുക്കി കൊടുക്കുകയാണ്. അപ്പോൾ പെന്നി അത് കാണും. അപ്പോൾ ചിങ്ങിനെ അങ്ങനെ ചെയ്തപ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട് അവനോട്, പിന്നീട് നമുക്ക് കോഫി കഴിക്കാനായിട്ട് പോയാലോ? ഇത് കണ്ട് നിൽക്കുന്ന പെന്നിക്കാണെങ്കിൽ അപ്സെറ്റ് ആവുന്നുണ്ട്. അവളുടനെ തിരിച്ച് നടന്നു പോവും. അത് കാണുമ്പോൾ ഫൂ ആണെങ്കിൽ അവളുടെ പുറകെ ഓടുകയാണ്. ഫൂ പെന്നിയുടെ പിറകെയാണ് പോകുന്നത് എന്ന് കാണുമ്പോൾ ചിങ്ങിന് കുറച്ചുകൂടെ ദേഷ്യം വരാണ്. അവളെ പ്ലാനാണെങ്കിൽ കയ്യിലിരിക്കുന്ന പ്ലാന് ചുരുട്ടുകയാണ്. അവൻ ഓടി അവളുടെ അടുത്ത് പോവും. എന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? അപ്പോൾ പെന്നി പറയും, ഞാൻ വർക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഫൂ പറയും, ശരിക്കും അതാണോ കാര്യം? അല്ലാതെ ഞാൻ ചിങ്ങുമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നിനക്ക് അസൂയ തോന്നുന്നതല്ലോ? പറയും, അല്ല, ഞാനാരാ ഇതൊക്കെ കണ്ട് അസൂയ തോന്നാനായിട്ട്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് തോന്നാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് അസൂയയും തോന്നാം. അത് കേൾക്കുമ്പോൾ അവളുടെ മുഖത്ത് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ചുമ്മാ ജോക്കിയല്ലേ ഫൂ? എന്നിട്ട് മാറി നടക്കുകയാണ്. അപ്പോൾ ഫൂവിനും ചിരി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ചിങ് അവിടെ മാറി നിൽക്കുന്നുണ്ട്. പെന്നിയാണെങ്കിൽ അത് കഴിഞ്ഞ് പോയി ആ പ്ലാനൊക്കെ നോക്കുകയാണ്. അതിനിടയിൽ അവളുടെ ബാഗ് നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല. നോക്കിയപ്പോൾ കുറച്ച് സ്റ്റീൽ കമ്പികളുടെ ഇടയിലോട്ട് ഇങ്ങനെ താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അവൾ അതെടുക്കാനായിട്ട് അങ്ങോട്ട് പോവും. ബാഗ് എടുക്കാനായിട്ട് കൈ നീട്ടുന്നതും ആ സ്ക്രൂ എല്ലാം കൂടി ഇളകി വന്നിട്ട് ആ സ്റ്റീൽ കമ്പി അവളുടെ കൈയുടെ പുറത്തൂടെ വീഴാണ്. അത് നല്ല ശക്തിയായിട്ട് തന്നെ വീണതുകൊണ്ട് അവൾക്ക് വേദനയും എടുക്കുന്നുണ്ട്. അവളുടനെ വിളിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അത് ചെയ്ത ആൾ അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത്. മറ്റാരുമല്ല, ചിങ്ങാണ് അത് ചെയ്തത്. അവൾ അതുവഴി നടന്നു പോകുന്നുണ്ട്. അത് പെന്നിയും കാണുവാണ് ചിങ്ങ് അതുവഴി നടക്കുന്നത്. പെന്നി ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ചിങ്ങ് വന്നിട്ട് അവിടുത്തെ സ്ക്രൂ എല്ലാം ഇളക്കി വെച്ചിട്ട് അവളുടെ ബാഗ് എടുത്ത് ആ കമ്പികളുടെ ഇടയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അവൾ മനഃപൂർവ്വം ചെയ്ത പണിയാണത്. അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കാണണം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.